കൂട്ടരെ പ്രിയ കൂട്ടരെ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. പുൽക്കൂട് ഉണ്ടാക്കണം, പിന്നെ രാത്രി പള്ളിയിൽ പോണം, അത്രയൊക്കെ ഉള്ളൂ. Twinkling lights shining bright, snowflakes in the air. Friends and family gather round, laughter everywhere. Cookies bake, bells awake, the tree is looking fine. Let's all sing and dance tonight, it's Christmas party time. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, Christmas time is here. For everyone, let's spread some joyful cheer. Reindeer run, having fun, Santa's on his way, bringing gifts and lots of love for a magical holiday. Candy canes, snowy lanes, let's play and sing along. Hold your hands and clap your feet, join the Christmas song. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് പോയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കണ്ടേ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? എലിക്കുട്ടന്റെ പേരെന്താ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ കാട്ടിൽ നിന്ന്. ആടിന്റെ പേരെന്താ? ഇസബൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? മുരിങ്ങൂർ. മയിലിന്റെ പേരെന്താ? സെറൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. കുറുക്കന്റെയോ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിൽ നിന്ന്. അപ്പോ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് ഉണ്ണീശോ ഭൂമിയിൽ പിറന്ന കഥ കേട്ടാലോ? ഒരിടത്ത് മറിയം എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ വളരെ ദൈവവിശ്വാസിയായിരുന്നു. അവൾ എന്നും തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, അതും തനിയെ മുറിയിലിരുന്ന്. അങ്ങനെ ഒരു ദിവസം മറിയം തന്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുറിക്കുള്ളിൽ ഒരു പ്രകാശം അവൾക്ക് തോന്നി. അവൾ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രകാശം കൂടി വരുന്നതായി തോന്നുകയും പെട്ടെന്ന് മറിയം എന്നൊരു വിളി കേൾക്കുകയും ചെയ്തു. തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് ആദ്യം കരുതി. വീണ്ടും മറിയം എന്നൊരു ശബ്ദം അവൾ കേട്ടു. അപ്പോൾ അവൾ വിളി കേട്ടു. അപ്പോൾ ഒരു മാലാഖയുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ വന്നു. മാലാഖ മാതാവിനോടായി പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഗബ്രിയേൽ മാലാഖയാണ് ഞാൻ. ദൈവം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നിന്നോട് പറയുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മാതാവിന് ഒരു കാര്യവും മനസ്സിലായില്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മാതാവ് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂമിയിൽ ദേവപുത്രൻ പിറക്കുവാൻ പോകുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മാതാവിന് ഇതെല്ലാം കേട്ടിട്ട് ഭയമായി. അപ്പോൾ മാതാവ് ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതുവരെയും വിവാഹിതയായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? മാതാവ് ഈ കാര്യങ്ങളെല്ലാം ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ഒരിക്കലും കുഞ്ഞ് ജനിക്കുകയില്ലെന്ന് പറഞ്ഞ നിന്റെ ഇളയമയായ ഏലീശ പോലും ഗർഭിണിയായിരിക്കുന്നു. അവൾക്കിന്ന് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ മറിയത്തിന് കുറച്ച് ധൈര്യം വന്നു. മറിയം മാലാഖയോടായി പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. ഇത് പറഞ്ഞതും ഗബ്രിയേൽ മാലാഖ പോയി. വിവാഹത്തിന് മുന്നേ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ജോസഫ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ജോസഫ് ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, നീ മറിയത്തെ സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളിലൂടെ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരും. നീ അവന് യേശു എന്ന് പേരിടുകയും വേണം.
അങ്ങനെ ജോസഫ് മറിയത്തെ സ്വീകരിച്ചു. കുറെ നാളുകൾക്ക് ശേഷം മറിയം പൂർണ്ണ ഗർഭിണിയായി. അങ്ങനെ ഒരു ദിവസം ഇസ്രായേൽ രാജ്യത്ത് ഒരു സെൻസസ് നടക്കുകയായിരുന്നു. ആ ദിവസം ആ രാജ്യത്തിലുള്ള എല്ലാവരും തൻ്റെ സ്വന്തം നാടുകളിലേക്ക് പോയി സെൻസസ് രേഖപ്പെടുത്തണമായിരുന്നു. അതിനുവേണ്ടി ജോസഫും മറിയവും തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴി മറിയത്തിന് പ്രസവ വേദന അനുഭവപ്പെട്ടു. അവർക്ക് പാർക്കുവാൻ സത്രങ്ങളിലൊന്നും സ്ഥലമുണ്ടായിരുന്നില്ല. അവർ ഒരിക്കൽ കൂടി ചുറ്റും നോക്കിയപ്പോൾ ഒരു കാലിത്തൊഴുത്തിൽ കുറച്ച് സ്ഥലം കണ്ടു. ജോസഫ് മറിയത്തെയും കൂട്ടി അവിടേക്ക് പോയി. അവിടെ വെച്ച് മറിയം ഉണ്ണിയേശുവിന് ജന്മം നൽകി. ഉണ്ണിയേശുവിനെ കച്ചയിൽ പൊതിഞ്ഞ് മാതാവ് താരാട്ട് പാട്ടി ഉറക്കി. ഈ സമയം മലമുകളിൽ ആട്ടിടയന്മാർ തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പതിവില്ലാതെ ആകാശത്ത് വളരെയധികം പ്രകാശം അവർക്ക് അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും കുറെ ശബ്ദം അവർക്ക് തോന്നി. അവർ എന്താണെന്ന് അറിയുന്നതിനായി ആകാശത്തേക്ക് നോക്കിയപ്പോൾ കുറേയധികം മാലാഖമാർ കിന്നരങ്ങൾ മീട്ടി പാട്ട് പാടുകയായിരുന്നു. അവർ ഇതായിരുന്നു പാടിക്കൊണ്ടിരുന്നത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ ഭൂമിയിൽ രക്ഷയ്ക്കായി ഒരു ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നുവെന്ന്. ഇത് കേട്ടപ്പോൾ ആട്ടിടയന്മാർ വിചാരിച്ചു, കാലാകാലങ്ങളായി തന്റെ പൂർവികർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ആ പുത്രനെ പോയി കണ്ടാലോ എന്ന് ആട്ടിടയന്മാർ ചിന്തിച്ചു. അങ്ങനെ ആകാശത്ത് തെളിഞ്ഞു നിന്ന ഒരു ദിവ്യ നക്ഷത്രത്തെ ലക്ഷ്യം വെച്ച് അവർ ഉണ്ണീശോയെ കാണുന്നതിനായി നസ്രത്തിലേക്ക് പോയി. അങ്ങനെ നസ്രത്തിലെ കാലിത്തൊഴുത്തിൽ കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിനെ അവർ പോയി ആരാധിക്കുകയും വണങ്ങുകയും ചെയ്തു. അങ്ങനെ മറിയത്തിന്റെയും ജോസഫിന്റെയും സന്തോഷത്തിൽ ആ ആട്ടിടയന്മാരും പങ്കുചേർന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്ങനെയാണ് ഉണ്ണിയേശു ഭൂമിയിൽ പിറന്നതെന്ന് മനസ്സിലായോ? എങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ഉണ്ണീശോയുടെ ജനനത്തിന്റെ കഥ നിങ്ങളെല്ലാരും കേട്ടല്ലോ. എന്ത് രസമായിട്ടാ പുള്ളിമാൻ ആ കഥ പറഞ്ഞത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ക്രിസ്റ്റീനക്ക് ഇഷ്ടായോ? എനിക്കും ഒത്തിരി ഇഷ്ടമായി. ഇന്ന് എത്താൻ നമ്മളെ എന്ത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കുക? അതൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഉണങ്ങിയ കമ്പുകൾ കൊണ്ടൊരു റീത്ത്. അടുത്തതായി നമുക്ക് വേണ്ടത് പലതരത്തിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ വേണ്ടത് ഗ്ലൂ ഗൺ. എങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് ഗ്ലൂ ഗൺ എടുക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കണേ. ഉണ്ടാക്കിയ ക്രിസ്മസ് റീത്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ അതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എങ്കിൽ നമുക്ക് ഒരു വിശുദ്ധന്റെ വചനം കാണാതെ പഠിച്ചാലോ? പശ്ചാത്തപിക്കുന്ന പാപിയെ ദൈവം സ്നേഹിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ക്രിസ്മസ് ഗീതികൾ ഒന്ന് കണ്ടാലോ?
In
നമ്മുടെ കൂട്ടുകാരാലപിച്ച ക്രിസ്മസ് ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു ക്രിസ്മസ് ഡാൻസ് കണ്ടാലോ? സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസ്സുള്ളവർക്കായിതാ വാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ വൈകരുതേ രാജാക്കളെ സ്വർഗത്തിൻ ദാനമായിതാ കനിവിൻ സൂര്യൻ ഹൃദയരാജൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി നമ്മുടെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ?
എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഇവാനയ്ക്ക് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മലാക്കേ. ഹായ് അന്നമോളെ. ഹായ് മലാക്കേ. ഹാപ്പി ക്രിസ്മസ് അന്നമോളെ. ഹാപ്പി ക്രിസ്മസ് മലാക്കേ. അന്നമോൾ ഇന്ന് ആകെ സുന്ദരിയായിട്ടുണ്ടല്ലോ. പപ്പ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തന്നോ ക്രിസ്മസിന്? വാങ്ങി തന്നു മലാക്കേ. ആഹാ, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ അന്നമോളോട്. അതിനെന്താ മലാക്ക ചോദിച്ചോ? എന്റെ അന്നമോൾ ക്രിസ്മസിനായി ഒരുങ്ങിയായിരുന്നോ? നന്നായിട്ട് ഒരുങ്ങിയായിരുന്നു മലാക്കേ. എന്നാ എന്റെ അന്നമോൾ എങ്ങനെയാ ക്രിസ്മസിനായി ഒരുങ്ങിയത്? നന്നായി പ്രാർത്ഥിച്ച് പിന്നെന്താ അന്നമോൾ ചെയ്തേ? എന്നും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടി. അത്രേ ചെയ്തോളൂ അന്നമോള്? അല്ലെന്നേ. ആഹാ, വേറെന്താ അന്നമോൾ ചെയ്തത്? ഇഷ്ടമുള്ള ചോക്ലേറ്റും ഇറച്ചിയൊന്നും കഴിച്ചുമില്ല മലാക്കേ ഞാൻ. അപ്പൊ എന്റെ അന്നമോൾ മിടുമിടുക്കിയാണല്ലോ. എല്ലാവരും എന്റെ അന്നമോളെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു മലാക്കേ. എന്തോന്നു വേണ്ടാന്ന്? എല്ലാ കുട്ടികളും മാതൃയാക്കേണ്ട നല്ല കാര്യമല്ലേ എന്റെ അന്നമോൾ ചെയ്തത്? അതൊക്കെ ശരിയാണ്. എന്നാലും ഒരെന്നാലുമില്ല. തൽക്കാലം അന്നമോളുടെ ഈ കാവൽമാലൊക്കെ പറയുന്നത് അന്നമോൾ കേട്ടാ മതി. തീർച്ചയായും മലാക്കേ. അതെന്തായാലും കൊള്ളാം. എന്റെ അന്നമോള് കലക്കി. സൂപ്പർ ആയിട്ടുണ്ട് അന്നമോളെ. അതൊക്കെ പോട്ടെ, വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? മലാഖി അത് ചോദിച്ചപ്പോളാ ഞാനൊരു കാര്യം ഓർത്തത്. അതെന്ത് കാര്യമാ അന്നമോളെ? അന്നമോൾ വല്ല സ്വപ്നവും കണ്ടോ? ആഹാ, ആട്ടെ, എന്ത് സ്വപ്നമാ എന്റെ അന്നമോൾ കണ്ടത്? അത് വലിയൊരു കഥ പോലെയുള്ള സ്വപ്നമാ. എന്നാ അതൊന്ന് പറഞ്ഞേ. ഞാനൊരു ഓർഫനേജിൽ വളരുന്ന കുട്ടിയാണേ. എന്നിട്ട്? ധൃതി വെക്കല്ലേ മലാക്കേ, ഞാൻ പറയാട്ടോ. ഓക്കെ, അന്നമോളത് വേഗം പറയണേ. എനിക്കത് അറിയാൻ തിടുക്കമാകുക. അതാട്ടോ. അന്നമോൾ മുമ്പ് പറഞ്ഞത് കറക്റ്റാ. വലിയൊരു സ്വപ്നമാ എന്റെ അന്നമോൾ കണ്ടത്. അന്നമോൾ കണ്ട ആ സ്വപ്നത്തിൽ ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണെന്ന് അന്നമോൾക്ക് പറയാൻ കഴിയുമോ? നമ്മൾക്ക് സങ്കടം വന്നാൽ ഉണ്ണീശോ നമ്മളെ സഹായിക്കാൻ വരും. നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഉണ്ണീശോട് പറയണം. ശരിയാ എന്റെ അന്നമോൾ പറഞ്ഞത്. നിങ്ങൾ കുട്ടികൾക്ക് എന്ത് സങ്കടം വന്നാലും അത് നിങ്ങൾ ഉണ്ണീശോട് തീർച്ചയായും പറയണം. അപ്പൊ ഉണ്ണീശോ അതെല്ലാം മാറ്റിത്തരും. കേട്ടോ അന്നമോളെ? അതിന് കാരണം എന്താണെന്ന് അന്നമോൾക്ക് അറിയാവോ? ഇല്ല മലാക്കേ. അത്രയ്ക്ക് ഇഷ്ടമാ ഉണ്ണീശോയ്ക്ക് കുട്ടികളെ. എന്നാലേ എന്റെ അന്നമോൾ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് ഇനി എന്നും ഉണ്ണീശോയോട് കൂട്ടുകൂടി നടക്കാൻ നോക്കണം. അപ്പൊ ഉണ്ണീശോ എന്റെ അന്നമോൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. ശരി മലാക്കേ. ബൈ അന്നമോളെ. ബൈ മലാക്കേ. നമ്മുടെ കുസൃതിക്കുടുക്കിയായ അന്നമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ആഴ്ച കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവാ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും ഡാൻസ് ചെയ്യാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. നമുക്ക് പരസ്പരം കേക്കുകൾ കൊടുത്ത് ക്രിസ്മസിന്റെ മധുരം പങ്കുവെക്കാം. Jingle bells, Christmas time's here. Happy fun for everyone, let's spread some joyful cheer. Twinkling lights shining bright, snowflakes in the air. Friends and family gather round, laughter everywhere. Cookies bake, bells awake. അപ്പൊ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.